Look, boys, how to hit a goal. From center forward to right to left to center, cross the opponent backy and hit. Goal. So simple. What is this? Physical director ku photography. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. കറക്റ്റടാ. Hi Olympian. How are you? Fine. Ma'am, I want to show you some interesting photographs. Yes. Mr. Vattoli. Vattoli master ഇങ്ങോട്ട് വരൂ. Sorry, madam. I am coming. Good morning, madam. എന്ത് പറ്റി വരലില്ല? ഞാൻ തകില് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാൻ ഫുട്ബോളിന്റെ തിയറി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു, സയൻസ് ഓഫ് ഫുട്ബോൾ. എന്നാൽ ഇങ്ങനെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്? This is not the way to sit. മാം, വട്ടോളി മാഷിന്റെ ഇരിപ്പിനെ കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. കുട്ടികൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാനാണ്. നട്ടല് വളച്ച് ഒടിഞ്ഞു കുത്തി പിന്നെ എങ്ങനെ ഈ കുട്ടികൾ ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരും ആകും? നട്ടലിലാണോ ബുദ്ധി ഇരിക്കുന്നത്? മാം, നട്ടല് നിവർന്നിരുന്നാൽ മാത്രമേ സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമാകൂ. പിന്നെ എന്തിനാ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നത്? സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമായില്ലെങ്കിൽ ബ്രെയിൻ ഡള്ളാകുന്നതിൽ അത്ഭുതമുണ്ടോ? ഇത് ബുദ്ധിയുടെ കാര്യം. ഇനി ബോഡിയുടെ കാര്യം. ബാക്ക് ബോൺ നിവർന്നിരുന്നാൽ മാത്രമേ നെഞ്ചി വിരിഞ്ഞ് ലങ്സിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഫ്ലോ ഉണ്ടാവൂ. അങ്ങനെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കൂ. ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളുമുള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. എ ജനറേഷൻ ഓഫ് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്. You are right. ഇതൊന്നും സ്വന്തമല്ല മാഡം, സ്ഥിരമായി TV വരുന്ന ടയറിന്റെ പരസ്യമാണ്. ദൃഢപേശിയുള്ള ടയർ. സ്വന്തമായിട്ട് എന്തെങ്കിലും പറയൂ ഒളിമ്പ്യ. മാം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്കൊരു വാമിംഗ് അപ്പ് ആവശ്യമാണ്. മാർച്ച് പാസ്റ്റിന് ശേഷമേ ക്ലാസ്സുകൾ തുടങ്ങാവൂ. അതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കൊളംബിയ. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഓൾ ജൈജാന്റിക് ഡേയ്സ്. അത് പോരാ എന്ന് ഞാൻ പറയുകയായിരുന്നു. വികസിത രാജ്യങ്ങളിൽ ചീഫ് എക്സിക്യൂട്ടീവ് മുതൽ തൊഴിലാളികൾ വരെ PT കഴിഞ്ഞിട്ടേ ജോലി പ്രവേശിക്കൂ. വാട്ട് ഫോർ? ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? The answer is right on that wall. Quality is never an accident. It is always the result of intelligent effort. Ma'am, we should initiate a new package. Catch them young. കതിരിൽ വളം വെക്കരുത്. Trace the children from the roots and nurse them as buds. So kindly grant me a permission to observe them. എല്ലാ ക്ലാസ്സുകളിലും ഡോർമിറ്ററിയിലുമുള്ള അവരുടെ ഇരിപ്പ്, നടപ്പ്, കിടപ്പ് എല്ലാം ക്ലോസ് ആയി വാച്ച് ചെയ്യണം. Done. I am giving you blanket permission. Go ahead. Thank you, ma'am. നസർ, കാര്യങ്ങളുടെ പോക്കിന് നല്ലൊരു ടേക്ക് ഓഫ്. നമ്മുടെ ക്യാഷ് ദം യങ് പാക്കേജ് ഇട്ടു. പ്രിൻസിപ്പൽ തലയും കുത്തി താഴെ. ഇപ്പൊ ഒളിമ്പ്യന് പിള്ളേരുടെ കക്കൂസി വരെ കയറാം ഫോർ ഒബ്സർവേഷൻ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് കുളിക്കേ. സ്കൂളിന്റെ ഡീസൻസി കെട്ട് കോളാമ്പി ഗോൾ അടിച്ചു. ഹായ് ഹായ് മാത്തേ. അവന്റെ ഒരു ഹായ് ചായോ കോളാമ്പി. കോളാമ്പിയുടെ പരിഷ്കാരം കൊള്ളാം. ഈ ആൺപിള്ളേരെയും പെൺപിള്ളേരെയും മുട്ടിപ്പിച്ചോണ്ടുള്ള പരിപാടി. സവായ് സ്കൂളിന് മുലക്കുപ്പിയുടെ ഏജൻസി കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കൂ. മുലക്കുപ്പിയേക്കാൾ നല്ലത് മുലപ്പാല വട്ടോളി. അത് കുടിച്ച് വളരാൻ കുടുംബത്തിൽ പിറക്കണം. വട്ടോളിക്കൊന്ന് കുളിക്കണം. വേണ്ട. Adults not admitted unless accompanied by a child. Sorry Lily, I don't have a child. Can I? Oh, why not? Okay, do me a favor Lily. 2ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പേരന്റൽ ഡീറ്റെയിൽസ് ഒന്ന് തരൂ. കുറച്ച് വെയിറ്റ് ചെയ്യാവോ? സാറിന്റെ ഡിസ്കസ് ത്രോ സൂപ്പർ. You can also do practice. ദീപ്തി പിള്ളെ, സ്റ്റാൻഡേർഡ് 6B. പേരൻസിന്റെ സ്ഥാനത്ത് എന്താ കോഡ് നമ്പർ മാത്രം? ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. ഇങ്ങനെ വേറെ കോഡ് നമ്പേഴ്സ് ഉണ്ടോ? 6-7 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. ലില്ലി, ഈ കോഡ് നമ്പറുള്ള കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു പ്രിന്റ് ഔട്ട് എടുത്തു തരുമോ? വൈ നോട്ട്? താങ്ക് യു. What is it? ആനമുട്ട.
നമ്പർ മാത്രമുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ്. താങ്ക് യു ലിലി. ലിലി, ഐ ഡോണ്ട് ഹാവ് എ ചൈൽഡ്. മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ ചില കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇല്ല. പേരൻസിന്റെ സ്ഥാനത്ത് ചില കോഡ് നമ്പറുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒളിമ്പ്യൻ എന്തിനാ ആ തരത്തിലുള്ള ഡീറ്റെയിൽസ്? വേണം മാം. നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ക്യാരക്ടർ ഫോർമേഷൻ. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വഭാവത്തിന് അവനേക്കാൾ പ്രായമുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആരംഭിക്കും. ഗർഭകാലത്ത് അമ്മയിൽ ഉണ്ടാകുന്ന നേരിയ വികാര വിചാരങ്ങൾ പോലും ഒരു കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അമ്മയിലുണ്ടായ മാനസിക വ്യാപാരങ്ങളാണ് ചില കുട്ടികളെ ക്രിമിനലുകളും അന്തർമുഖന്മാരുമാക്കുന്നത്. മെഡിക്കൽ സയൻസ് has proved it beyond doubt, ma'am. സോ വാട്ട് ആർ യു ട്രൈയിങ് ടു സേ? കുടുംബ പശ്ചാത്തലം വിശദമായി അറിഞ്ഞെങ്കിൽ മാത്രമേ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ്സും പ്രോബ്ലംസും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ. പേരൻസിന്റെ കെയർ കിട്ടാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് ഫീഡിങ് ആൻ അൺഹെൽത്തി ബോഡി വിത്ത് എക്സ്ട്രാ ഫുഡ്. മിസ്റ്റർ ഒളിമ്പ്യൻ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം പാരൻസ് ഉണ്ട്. ചില സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് ഐ കാനോട്ട് ഡിസ്ക്ലോസ് ഇറ്റ്. ഐ ആം സോറി. ഹലോ, യെസ് സ്പീക്കിംഗ്. ഹൗ ആർ യു? Yeah, he's fine. No, not at all. Oh. Yes. Excuse me. എന്താ? Now, from among these 7 wonders, oh Jesus, show me the real wonder. Yes? Hi, Nasser. Good morning. Nasser, please note this number, 9243034287. Principal Susan Royയുടെ സെൽ നമ്പറാണിത്. BPL ആണെന്ന് തോന്നുന്നു. I want to get a duplicate SIM card of this number. No, it's wrong. Rewrite it. Next. എന്താ പ്രിൻസ്? ടോണി, സ്റ്റാൻഡ് അപ്പ്. ചെവി പൊട്ടിയിരുന്നെങ്കിലോ? പിന്നെ നീ തടയുന്നോ? അടിക്കുന്ന ഞാൻ ശരിയാക്കുന്നുണ്ട്. എന്റെ ക്ലാസ്സിൽ കയറാൻ താൻ ആരാടോ? What do you think of yourself? Get out. എന്താ എന്റെ ടീച്ചറെ ഇത്ര ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കുട്ടികളെ അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. I love them. They are my weakness. തന്റെ വീക്ക്നെസ് വീട്ടിൽ കൊണ്ടുപോയി കെട്ടുകൊണ്ടെടുത്ത് വെച്ചാൽ മതി. This is my class and mind it. അല്ല ടീച്ചറെ, ഇത് കാളയുടെ മൂക്ക് കയറല്ലേ? ഇതുകൊണ്ടാണോ കുട്ടികളെ അടിക്കുന്നത്? അല്ല, ഒരു സംശയം, നമ്മുടെ അപ്പൻ കാളവണ്ടിക്കാരനായിരുന്നോ? Shut up. Stop it. ടീച്ചറിന് എന്താ BP ഉണ്ടോ? ബ്ലഡ് പ്രഷർ? എന്താ നിങ്ങളുടെ ടീച്ചറിന്റെ പേര്? എന്റെ ഈശോയെ, ഏഞ്ചൽ മേരിയോ. അപ്പൊ ചെകുത്താൻ മേരി മാറ്റിയാലോ? നോ. എന്താ നിന്റെ പേര്? എന്താ അവന്റെ പേര്? ടോണി ഐസക്. ടോണി ഐസക്. ടോണി.
ഇങ്ങനെ ചെവിക്കകത്ത് അടിച്ചാൽ ചെവിക്കല്ല് പൊട്ടിപ്പോകത്തില്ലേ? നീ എന്തിനാ പാവത്തിനെ ഉപദ്രവിച്ച്? യു മസ്റ്റ് ഗോ ആൻഡ് സേ സോറി ടു ഹിം. നീ വലിയ ദേഷ്യക്കാരനാണല്ലോ അത്. എന്താ മോന്റെ ഡാഡിയുടെ പേര്? ടോണി. ടോണി